പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട ഇടവമാക്കലച്ച, സെക്രട്ടറിച്ച, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് നാം എല്ലാവരും ഈ പരിശുദ്ധ കുർബാനയുടെ ആഘോഷണത്തിനായി ഇവിടെ ഒന്നിച്ച് ഈ ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണല്ലോ. കുർബാനയ്ക്ക് ചുറ്റും ആയിരിക്കുക എന്നത് നമുക്ക്, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക്, ദൈവം തന്നിരിക്കുന്ന അമൂല്യമായ ഒരു ദാനമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തെ ശുശ്രൂഷകൾ ദൈവവചന വായനയും അതിൻ്റെ വ്യാഖ്യാനവുമാണല്ലോ. ഇന്ന് നമ്മളിപ്പോൾ കേട്ട സുവിശേഷത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ സാമാന്യം ദീർഘമായ ഒരു സംഭവം പല പ്രാവശ്യം നമ്മൾ പരിശുദ്ധ കുർബാന മധ്യേ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യവുമാണ്. ലൂക്കാസ് സുവിശേഷകന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏത് കാര്യം അവതരിപ്പിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അവിടെ തരികയാണ്. ഒരു പ്രസംഗം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. ഏത് സംഭവം നോക്കിയാലും ഈശോയുടെ ജനനം മുതലുള്ള എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമതാണ്. പുതിയ നിയമത്തിന്റെ പണ്ഡിതന്മാര് അനേകര് പറഞ്ഞിട്ടുണ്ട്, ലൂക്ക വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയുടെ ചിത്രം വരയ്ക്കുകയാണ്. നമ്മൾ ഈശോയുടെ ചിത്രം വരയ്ക്കുന്നു, തോമാസ് ലീഹായുടെ പടം വരയ്ക്കുന്നു. ലൂക്ക വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ആധ്യാത്മിക ലോകത്ത് അനേകരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം അതാണല്ലോ. ലോകത്തില് ഒരു പുസ്തകം മാത്രമേ എനിക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളൂവെങ്കിൽ അങ്ങനെ ഒരവസ്ഥ ലോകത്തിൽ വന്നാൽ ഞാൻ ലൂക്കായുടെ സുവിശേഷമായിരിക്കും വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്ന് ആധ്യാത്മിക ഗ്രന്ഥകാരന്മാര് പറഞ്ഞതിന്റെ കാര്യവും അതാണ്. അത് വായിക്കുമ്പോൾ അത് നമ്മുടെ കാര്യമായിട്ട്, നമ്മെ പ്രായോഗികമായിട്ട് സ്പർശിക്കുന്ന കാര്യമായിട്ട് എല്ലാം നമുക്ക് അനുഭവപ്പെടും. ഇന്നത്തെ സുവിശേഷത്തില് ലൂക്ക പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരികയാണല്ലോ. യഹൂദന്മാരിൽ ഏതാണ്ട് സമ്പത്ത് കൊണ്ടും ജനസമ്മതി കൊണ്ടും മുൻപിൽ നിൽക്കുന്ന ശീമോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും പാപിനിയായ ഒരു സ്ത്രീയും, ആ രണ്ട് വ്യക്തികളെ ലൂക്ക അവിടെ അവതരിപ്പിച്ച് അതിൽ നമ്മൾ അനുകരിക്കേണ്ടതും നമ്മൾ പഠിച്ചെടുക്കേണ്ടതും പാപിനിയായ ആ സ്ത്രീയുടെ മനസാന്തരത്തിന്റെ ചൈതന്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ശീമോന് ഒരുപക്ഷെ ഈശോയുടെ ഒരു ആരാധകനായിരുന്നിരിക്കാം. ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നു, പരസ്യ ജീവിതകാലത്ത് വലിയ ജനസമ്മതിയെല്ലാം നേടിയെടുത്തു. അതുകൊണ്ട് വീട്ടിൽ വിളിച്ച് ഒരു അത്താഴ വിരുന്ന് നടത്താം, ഒരു സൽക്കാരം നടത്താം എന്ന് അദ്ദേഹം കരുതി. അന്നത്തെ യഹൂദ പശ്ചാത്തലത്തില് ഒരു പരിധിവരെ ഇന്നും അവരത് സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. യഹൂദന്മാരുടെ വീട്ടില് റബ്ബിമാര്, നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെ പോലെ അവരുടെ യഹൂദ പള്ളികളിലെ വൈദികര് വരുമ്പോൾ അവര് കാലി കഴുകാൻ വെള്ളം കൊടുക്കും, തലയിൽ പൂശാൻ സുഗന്ധം കൊടുക്കും, കയ്യിൽ പുരട്ടാൻ സുഗന്ധം കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഒരു റബ്ബി ഒരു വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ക്ഷണിക്കപ്പെടാത്തവർക്കും വരാം. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, നല്ലൊരു പ്രസംഗമുണ്ടെന്ന് കേട്ടാൽ ആളുകൾ ആ പ്രസംഗത്തിനെ കേൾക്കാൻ വേണ്ടി ഓടിക്കൂടും.
അങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് യഹൂദ സിനഗോഗുകളിലും വീടുകളിലും റബ്ബിമാർക്ക് ഉണ്ടായിരുന്നത്. ഈ ശീമോന് നമ്മുടെ കർത്താവിനെ റബ്ബി എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ആ കാര്യവും അവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഈശോയെ കേൾക്കാൻ വേണ്ടി ആർക്കും വരാം. ആ പശ്ചാത്തലത്തിലാണ് ആ സ്ത്രീയെ വിലയേറിയ മേൽത്തരം സുഗന്ധ ദ്രവ്യങ്ങളുമായിട്ട് പരിമളവുമായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് വരുന്നത്. അവിടെ വന്നതിന് ശേഷം അവർ രണ്ടുപേരെയും ലൂക്ക ഇത്ര വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നതിലാണ് നമ്മളുടെ ആത്മീയത കണ്ടെത്തേണ്ടത്. ഈശോ സ്ത്രീയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ശീമോനോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ? നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ? ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ അവൾ എൻ്റെ പാദത്തിൻ്റെ അടുത്തു നിന്ന് മാറുന്നില്ല. കണ്ണുനീരുകൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകി മേൽത്തരം തൈലം കൊണ്ട് പാദങ്ങൾ പൂശി ചുംബിക്കുകയാണ്. അവൾ അതിൽ നിന്ന് ഒരിക്കലും വിരമിച്ചില്ല. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ആ ഒരു വലിയ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതെ നിൽക്കുന്ന ആ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിൻ്റെ പക്കൽ ആയിരിക്കുക, അനുതാപത്തോടുകൂടി കണ്ണുനീരോടുകൂടി ഈശോയുടെ അടുത്ത് ആയിരിക്കുക എന്നുള്ള ആ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും വിരമിച്ചില്ല. അത് പറഞ്ഞിട്ടും ശീമോന് അത്ര വലിയ കാര്യമായ മനസ്സാന്തരം വരുന്നില്ല. ശീമോന്റെ മനസ്സ് കർത്താവിന് ഒരു ഭക്ഷണം കൊടുത്ത് എനിക്ക് ഒരു ജനസമ്മതി വാങ്ങിച്ചെടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാപബോധം കാര്യമായിട്ട് ആ വ്യക്തിക്ക് ഇല്ല. വിശുദ്ധ പൗലോസ് തിമോത്തിക്കെഴുതിയ ലേഖനം 1:15 പറയുന്നുണ്ടല്ലോ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അത് വലിയൊരു പാപബോധമാണ്. നമ്മളുടെ ബലഹീനതകളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ എഴുതി, എന്നെക്കാൾ നീചനും പാപിയുമായി മറ്റു ഒരാളും കൂടെ ഈ ലോകത്തിൽ ഇല്ല. പൗലോസിന്റെ നിലപാടിന് ഒരു വ്യാഖ്യാനം കൊടുത്ത് അതിനെ വിപുലീകരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി. ആ രണ്ട് മാതൃകകളെ ക്രൈസ്തവ ലോകം എന്നും അനുകരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് വേണ്ട രീതിയിൽ അനുകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അനുതാപത്തിന്റെ ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ രണ്ട് വലിയ കടക്കാരുടെ കാര്യം കർത്താവ് പറയുന്നത്. 500 ദനാറ കടമുള്ളവനും 50 കടമുള്ളവനും. കർത്താവ് ഇളച്ചു കൊടുക്കുകയാണ്, വേണ്ടെന്ന് വെക്കുകയാണ്. എന്നിട്ട് ശീമോനോട് ചോദിച്ചു, ഇതിലാർക്കാണ് കൂടുതൽ ആനുകൂല്യം? ശീമോൻ ശരിയായ ഉത്തരം പറഞ്ഞു, 500 ഇളച്ചു കിട്ടുന്നവനാണ്. 50 ഇളച്ചു കിട്ടുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അതിലൂടെ ഈ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, 500 ഇളച്ച് കൊടുത്തത് ഈ പാപിനിക്കാണ്. വലിയ കടബാധ്യത അവൾക്കായിരുന്നു. വിഗ്രഹാരാധന വഴി, വ്യഭിചാരകുറ്റം വഴി, അധാർമികമായ ജീവിതം വഴി, ജനങ്ങളോടുള്ള വെറുപ്പ് വഴി ഒരുപാട് കടങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള വ്യക്തി ഈ സ്ത്രീയായിരുന്നു. 500 ഇളച്ചു കിട്ടിയത് അവൾക്കാണ്. ഈ ശീമോന് 50 മാത്രമേ ഇളവ് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധികം സ്നേഹിച്ചവർക്ക് അധികമായ ഇളവ് കൊടുക്കുകയാണ്. ആ സ്ത്രീ കർത്താവിന്റെ പക്കൽ വന്ന് ചെയ്യുന്ന പ്രവൃത്തികള് ഏറ്റവും നല്ല ഒരു കുമ്പസാരമാണെന്ന് നമുക്കറിയാമല്ലോ. അവളെ തന്നെ കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഒന്നും മറച്ചു വെക്കാൻ ഇല്ലാത്ത വിധത്തില് അനുതാപമുള്ള ഒരു ഹൃദയത്തോടുകൂടി കർത്താവിനെ വിട്ട് ഞാൻ പോവുകയില്ല
ഈശോയെ മാത്രമേ എന്നെ രക്ഷിക്കാൻ കരുത്തുള്ളവനായിട്ടുള്ളൂ എന്നുള്ള ആ ഒരു വലിയ ചിന്തയോടുകൂടി ഈശോയുടെ പാദത്തിങ്കൽ കരഞ്ഞ് നിലവിളിച്ച് കിടക്കുകയാണ്. അതാണ് ശരിയായിട്ടുള്ള ഒരു സങ്കടം. ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ചുള്ള ഏറ്റവും വലിയ വികാരനിർഭരമായ ഒരു കുമ്പസാരമാണ്. അതുകൊണ്ടാണ് ആ സംഭാഷണത്തിന്റെ അവസാനത്തിൽ കർത്താവ് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ അനുതാപം കാണിച്ച ഒരു വ്യക്തിയോട് കർത്താവ് അത് പറഞ്ഞില്ല എങ്കിൽ മാത്രമേ നമുക്ക് അതിശയം തോന്നിയുള്ളൂ. ആ ഒരു സംഭവത്തിലൂടെ കർത്താവ് സുവിശേഷകൻ നമ്മളെ സഭയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു ബോധ്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സ്ത്രീയും ഈശോയും തമ്മിലുള്ള സംഭാഷണം, ആ സ്ത്രീ പ്രകടിപ്പിക്കുന്ന അനുതാപം, അതിലേറ്റവും ആദ്യമായിട്ട് വിഗ്രഹാരാധന വഴി ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയതിന്റെ ഒരു പ്രതീകം ആ സംഭവത്തിലുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അവള്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവിന്റെ ശിരസില് പരിമള തൈലം പകർന്ന് സഭയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈശോയാൽ അവള് കഴുകപ്പെട്ട് യഥാർത്ഥത്തിൽ അവള് സഭയായിട്ട് മാറുകയാണ്. ആ സ്ത്രീ നമ്മളുടെ പ്രതിനിധിയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട്, കുമ്പസാരത്തിനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ അനുതാപത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ വന്നു നിൽക്കുന്ന സഭയുടെ ഒരു ആന്റിസിപ്പേഷനാണ്. വരാനിരിക്കുന്ന സഭ നിരന്തരമായിട്ട് കർത്താവിന് നൽകേണ്ട ആരാധനയിലേക്കുള്ള, ദൈവാരാധനയിലേക്കുള്ള, പാപമോചന ഉദാശയിലേക്കുള്ള ഒരു ക്ഷണമാണ്. അതാണ് അതിന്റെ പിന്നിലുള്ള ആത്മീയത. നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ എന്നുള്ള ഈശോയുടെ ചോദ്യം ഈശോയും സഭയും തമ്മിലുള്ള ബന്ധമാണ്, നിരന്തരമായിട്ടുള്ള ബന്ധമാണ്, സഭ നൽകുന്ന ആരാധനയാണ്. ഒരിക്കലും ഈശോയോട് ബന്ധപ്പെടാതെ സഭയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. ആ ഒരു മൗലികമായ സത്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സുവിശേഷകൻ ഇത്ര കലാപരമായ രീതിയിൽ ഈ സംഭവം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈശോയും സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ആത്മീയതയാണ് അവിടെ കൊണ്ടുവരുന്നത്. നമ്മളും പരിശുദ്ധ കുർബാനയിൽ സമാധാനം കൈമാറുന്നതും കുമ്പസാരം എന്ന ഉദാശയിലൂടെ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതുമെല്ലാം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ വ്യക്തിയും നിരന്തരമായ ശുദ്ധീകരണത്തിന് വിധേയനാകണം. സഭ പഠിപ്പിക്കുന്നതാണല്ലോ, എക്ലേസിയ സെമ്പർ പ്യൂരിഫിക്കാണ്ട. എല്ലാ നിമിഷവും നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധീകരണം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയുമില്ല, എല്ലാവർക്കും അത് ആവശ്യമാണ്. ആ സ്ത്രീ അതിന്റെ ഏറ്റവും നല്ല ഒരു ആഴമായ മുഖം നമുക്ക് കാണിച്ചു തരികയാണ്. പാപബോധത്തോടുകൂടി കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത് എന്ന്. ആത്യന്തികമായിട്ട് പറഞ്ഞാല് ഈ സ്ത്രീ അവിടെ കൊണ്ടുവരുന്ന ആ മേൽത്തരം നാദീൻ തൈലം, ആ വെൺകൽ ഭരണി, അത് ഈശോ